ഈയിടയ്ക്കാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യതാരവും മികച്ച നടനുമായ സലീം കുമാർ അന്തരിച്ചത്. മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു നഷ്ടമാണ് അതെന്ന് പറയാതെ തന്നെ വയ്യ. നമ്മുടെ നിത്യജീവിതത്തിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഡയലോഗുകൾ ഭാഗമായി ഉണ്ടാകാറുണ്ട്. അന്തരിച്ച പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന് സ്മാരകം പണിയാൻ സർക്കാർ ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ ഈ തീരുമാനം വലിയൊരു വാഗ്വാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയതാരം അന്തരിച്ച മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കയാണ് കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഖജനാവ് കാലിയാണ്, പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണോ ഈ കോടികൾ ചിലവാക്കുന്നത് എന്ന നിസാറിന്റെ ചോദ്യം കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സലീം കുമാറിനെ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും ഹാസ്യബോധവും മലയാളി എക്കാലവും ഓർക്കും. ആ കലാകാരനോടുള്ള ആദരവല്ല ഇവിടെ പ്രശ്നം, മറിച്ച് പൊതുഖജനാവിലെ പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് നിസാർ മാമുക്കയുടെ ചോദ്യം. നിസാർ ചോദിക്കുന്നത് വളരെ വ്യക്തമാണ്. സലീം കുമാർ കോൺഗ്രസ്സുകാരനായതുകൊണ്ടും സർക്കാരിനെ വിമർശിച്ചതുകൊണ്ടുമാണോ ഈ സ്മാരകം? എങ്കിൽ KPCC അല്ലേ അത് ചെയ്യേണ്ടത് എന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ്സുകാരനായതുകൊണ്ടും LDF സർക്കാരിനെ ചീത്ത വിളിച്ചു നടന്നതുകൊണ്ടുമാണോ അദ്ദേഹത്തിന് ഈ ആദരം നൽകുന്നത് എന്നാണ്. നമുക്ക് ഈ വിഷയത്തെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു, വികസന പദ്ധതികൾ പാതി വഴിയിൽ നിൽക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു കലാകാരൻ്റെ സ്മാരകത്തിനായി വലിയൊരു തുക വകയിരുത്തുന്നത്. ഇവിടെ നിസാർ ഉന്നയിക്കുന്ന വയനാട് ദുരന്തത്തിൻ്റെ കാര്യം ഓർക്കുക. ദുരന്ത ബാധിതരെ സഹായിക്കാൻ പണം തികയാത്ത സർക്കാരാണോ സ്മാരകം പണിയാൻ പണം കണ്ടെത്തുന്നത്? ഇത് വ്യക്തമായ രാഷ്ട്രീയ മുൻഗണനകളുടെ പ്രശ്നമല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പോലും വയനാട്ടിൽ ദുരന്തം നേരിട്ടവരെ മൊത്തത്തിൽ അവഗണിച്ച മട്ടാണ്. അവിടെ നടന്നുകൊണ്ടിരുന്ന ടൗൺഷിപ്പിൻ്റെ ബാക്കി എപ്പോൾ പൂർത്തിയാകും എന്ന് പോലും സർക്കാരിന് പറയാൻ കഴിയുന്നില്ല. നിസാർ പറയുന്നു, ഞാനും കോൺഗ്രസ്സുകാരനാണ്, എനിക്കും സ്മാരകം കിട്ടുമോ എന്ന്. ഈ ചോദ്യം ഒരു പരിഹാസമല്ല, മറിച്ച് നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള ഒരു സാധാരണക്കാരൻ്റെ അമർഷമാണ്. സ്മാരകങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ യഥാർത്ഥ കലാകാരന്മാർ തഴയപ്പെടുന്നുണ്ടോ? പിന്നെ മാമുക്കയെക്കുറിച്ച് നിസാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും മാമുക്കോയ്ക്ക് ഒരു സ്മാരകം അവിടെ ഇനിയും ഉയർന്നിട്ടില്ല. പക്ഷെ നിസാർ പറയുന്നൊരു കാര്യമുണ്ട്: വെറും പ്രതിമകൾ എനിക്ക് വേണ്ട, അത് വെയിലത്തും മഴയത്തും കിടന്ന് കാക്ക കാഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഒരു കലാകാരൻ്റെ മകൻ എന്ന നിലയിൽ തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈബ്രറിയോ സാംസ്കാരിക കേന്ദ്രങ്ങളോ ആണ്. ഇതെല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ അദ്ദേഹം സർക്കാർ അത് നിർമ്മിച്ചു നൽകണം എന്ന് പറയുന്നില്ല. ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ അതിന് തയ്യാറാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും അവരെ സഹായിക്കാനും താനും തയ്യാറാണെന്ന് നിസാർ പറയുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു കലാകാരനെ ആദരിക്കുന്നതല്ല, ആദരവ് എങ്ങനെ വേണം എന്നതാണ്. ഒരു കലാകാരൻ്റെ ഓർമ്മയ്ക്കായി സർക്കാർ പണം ചിലവാക്കുമ്പോൾ അത് സുതാര്യമായിരിക്കണം. എല്ലാ കലാകാരന്മാർക്കും തുല്യ പരിഗണന ലഭിക്കുന്നുണ്ടോ, അതോ സ്മാരകങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനുള്ള ആയുധങ്ങളാണോ? നിസാർ മാമുക്കോയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. KPCC എന്തുകൊണ്ട് ഈ ബാധ്യത ഏറ്റെടുക്കുന്നില്ല? സലീം കുമാറിനെ പോലൊരു കലാകാരനെ സ്നേഹിക്കുന്ന വലിയൊരു ജനക്കൂട്ടം കോൺഗ്രസിനുണ്ട്. അവർക്ക് പിരിച്ചെടുക്കാവുന്ന തുകയല്ലേ ഈ 1 കോടി? ചുരുക്കത്തിൽ നിസാർ മാമുക്കയുടെ വിമർശനം വെറുമൊരു നടൻ്റെ മകൻ്റെ ദേഷ്യമല്ല, ഇത് കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും ചിന്തയാണ്. പൊതുപണം വിനിയോഗിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാകണം, അല്ലാതെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആകരുത്. ഈ സർക്കാർ ഇതിന് എന്ത് മറുപടി നൽകും? KPCC ഇതിൽ എന്ത് നിലപാടെടുക്കും? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.